Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Bima Jewellers, Pankaj Kasturi Ortho Herb And Kerala Bank. നമ്മൾ തന്നെ പറയുന്നത് നമ്മൾ തന്നെ കൈയടിക്കുക, ആരെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് നമ്മൾ സ്വയം ഇങ്ങനെ ഒരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ. എപ്പോഴും നമ്മളാണ് ഒരു വിശ്വാസം, സെൽഫ് ബൂസ്റ്റ് എന്നൊക്കെ പറയും. അതെ, മാത്രമല്ല നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാവണം അല്ലേ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ഉറപ്പുണ്ടെങ്കിലല്ലേ നമുക്ക് ഉറപ്പുള്ള കാര്യം അവരോട് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാതെ ഉറപ്പായിട്ടും. എന്തായാലും ശരി തന്നെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. കാരണം ഞാനും പിന്നീട് ആലോചിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി അല്ലേ? കാരണം നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിലും നമ്മുടെ പാർട്ടിസിപ്പൻസിന് എണ്ണം കുറവാണ്. അപ്പൊ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ രണ്ടുപേരും പാചകം ചെയ്യാനും പോയിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ടുപേരും കൂടെ പാചകം ചെയ്യാൻ പോകണം, ഉറപ്പായിട്ട് വേണം. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത് പഞ്ചാബിന്റെയും തമിഴ്നാടിന്റെയാണ് കണ്ടത്. അപ്പൊ ഇനി കാണാനുള്ളത് മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും. അപ്പൊ കണ്ടാലോ? हिंदुस्तान की सारी भाइयों बहनों, सेलिब्रिटी किचन टीम तरफ से हमारी प्यारी नमस्कार. അതായത് ഇതുവരെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭായിയും ബഹനും, അതായത് സഹോദരി സഹോദരന്മാരെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ വകയായിട്ട് നല്ലൊരു നമസ്കാരമാണ് പറഞ്ഞത്. ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. हम आज क्या कर रहे हैं? क्या आइटम बना रहे हैं हम लोग आज? ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം എനിക്ക് ഹിന്ദി അത്ര വശമില്ല. ചേച്ചിക്ക് मुझे भी हिंदी थोड़ा थोड़ा मालूम है. थोड़ा मालूം. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹിന്ദിയിൽ മറ്റേ വാക്യത്തിൽ പ്രയോഗിക്കുന്ന പറഞ്ഞ കുറച്ചുണ്ട്. അപ്പം ഞാൻ ഗായ് ഏക്ക് പാൽത്തു ജാനുവർ ഗായ് കാ ദൂത്ത് ദേത്തി ഹേ, ഗായ് ദൂത്ത് അച്ഛാ ഹേ, ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ अच्छा है. दूध हमारी क्या बोलते हैं? ग्लैमर नहीं, तंदूर. उसका തന്തൂർ ചിക്കൻ ആണോ? അല്ല. आज हम महाराष्ट्र की ट्रेडिशनल ऑथेंटिक काला चिकन बना रहे हैं. ഇത് എന്റെ കാലനാവരുത്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ട്രഡീഷണൽ ഒത്തന്റിക് ആയിട്ടുള്ള ഡിഷാണ് കാലാ ചിക്കൻ. नहीं तो हमारी प्रेक्षकों को कुछ नहीं मालूम पड़ेगा. നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല, അതാണ് ഉദ്ദേശിച്ചത്. അല്ല, പിന്നെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയുന്നൊന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി പച്ച മലയാളത്തിൽ പറഞ്ഞു. ഈ കൊപ്ര തേങ്ങ എന്തിനാണ് അതെനിക്ക് അറിയണം. ഇതാണ് ഇതിന്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ വലിയ പോണ്ടി വരും. പിന്നെ എന്താ ഇത് നമ്മൾ ശരിക്കും കനലിലിട്ട് നല്ല ചുട്ടെടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ കനലില്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിന്റെ പുറത്തൊരു നെറ്റ് പോലത്തെ ഒരു കിടുപിടി വെച്ച് അതിന്റെ പുറത്ത് വെച്ചത് നമ്മൾ നല്ല കത്തിച്ച് നല്ല കറാന്നാക്കി എടുക്കും. അതാണ് അത് വന്നിട്ട് എന്തായാലും മെയിൻ ഒരു സംഭവം. അതാണ് ഈ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് അതർ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് മഹാരാഷ്ട്ര ഡിഷ് ആയിട്ടുള്ള കാലാ ചിക്കൻ അതെന്തായാലും സ്പെഷ്യൽ ആയിട്ട് എവിടെ ചേച്ചി പഠിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഇത് ഞാൻ മഹാരാഷ്ട്ര പോയപ്പോ അവിടെ വെച്ചിട്ട് ഈ കാലാ ചിക്കൻ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനൊരു സ്മോക്കി ടേസ്റ്റ് ഫ്ലേവറാണ്. റെസിപ്പി അപ്പൊ എങ്ങനെ പഠിച്ചു? റെസിപ്പി ഞാൻ അവരടുത്ത് ചോദിച്ചു മനസ്സിലാക്കി. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നാണ് കഴിച്ചത്. ഹിന്ദി അറിയാവുന്ന രക്ഷപ്പെട്ടു. അതാ മറാഠിയിലാണ് അവർ പറഞ്ഞത്? അല്ല, ഹിന്ദി. അവർ മറാഠീസ് ആണെങ്കിലും അവർക്ക് ഹിന്ദി, അവിടെ എല്ലാം മറാഠീസ് ഉണ്ടെങ്കിലും അവരെല്ലാം ലോക്കലി ഹിന്ദിയാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ വീട്ടിനകത്ത് ഈ മറാഠി കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ. അപ്പോൾ അവർ വെച്ച് തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ സ്മോക്കി എനിക്ക് നമുക്കൊക്കെ മലയാളികൾക്ക് കുറച്ച് സ്മോക്കി ഇഷ്ടപ്പെടും. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇത് ചോദിച്ചു പഠിച്ചു. പക്ഷേ ഒന്ന് പറയട്ടെ, ഞാനിത് കുക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഞാനിത് കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കാലാ ചിക്കനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇന്ത്യൻ കുറേ സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താണ് ഡിഫറൻസ്? നമ്മുടെ ഇന്ത്യൻ ഫുഡിൻ്റെ ഡിഫറൻസ് ചേച്ചി പറഞ്ഞത് ഈ സാധനം ചെയ്യുന്ന സമയത്ത് ഇത് സ്മോക്കി ഫ്ലേവറാണ്. നോർമലി ഇവിടെ നമ്മൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കരിഞ്ഞ സ്മെല്ല് അതായത് ഫ്ലേവർ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നുറുക്ക് പണികൾ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ആ സ്മോക്കി എഫക്ട് ഉണ്ടെങ്കിൽ ഫ്ലേവർ, പക്ഷെ കൂടി പോകാൻ പാടുണ്ടോ? അതോ കൂടിപ്പോകാൻ പാടില്ല. ഓക്കെ, വളരെ സട്ടിലായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മളിത് ഈ കൊപ്ര നമ്മള് ചുട്ടെടുക്കത്തില്ലേ, ചുട്ടെടുക്കുമ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് കൊപ്ര, സവാള, ചില്ലി മൂന്നും ചുട്ടെടുക്കണം. പക്ഷെ സവാള നമ്മൾ ചുട്ടെടുക്കുന്നത് അതിന് പക്ഷേ മുകൾ ഭാഗം താഴെ ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേച്ചി? ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. മെയിൻ നമ്മുടെ ചിക്കൻ, മെയിൻ ആയിട്ടുള്ള ചിക്കൻ ഇത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മെയിനായിട്ടുള്ള സാധനം മല്ലിയിലയാണ്. മല്ലിയിലയാണ് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട്
ജിഞ്ചറും ഗാർലിക്കും മല്ലിയിലയും ഒരു 2 ചില്ലിയും കൂടി ഇട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ ചിക്കനിൽ കുറച്ച് നേരം നമ്മൾ വെച്ചേക്കണം, പുരട്ടി വെച്ചേക്കണം. നമ്മുടെ ഇവിടെ സാധാരണ കേരളത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെയാണ്, അത്രയാണ്. പക്ഷേ ഈ സ്മോക്കി ഇതാണ് ഇതാണ് അതിന്റെ ഡിഫറെന്റ് different ആയിട്ടിരിക്കുന്നത്. അത് ബാക്കി ഇത് ഈ സംഭവം ഈ കൊപ്രയും സവാളയും ഇത് നമ്മളൊന്ന് നമ്മൾ ചുട്ടെടുക്കും. ഇതിന്റെ മെയിൻ പിന്നെ നമ്മുടെ നമ്മളത് കുക്ക് ചെയ്ത് നെയ്യിലാണ്, നെയ്യിലാണ്. എണ്ണയിലല്ല. ഓക്കെ. അപ്പം നമ്മുടെ മെയിൻ നമ്മുടെ കാല ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ കോമ്പറ്റീഷനിൽ നമ്മൾ മഹാരാഷ്ട്ര ഡിഷായിട്ടുള്ള കാല ചിക്കനാണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഒരു വേറെ 2 ചപ്പാത്തിയും കൂടെ വെക്കുന്നുണ്ട് അല്ലേ? ചപ്പാത്തി ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി കൂടെ വെക്കുന്നത്. ഗാർണിഷ് ചെയ്യാനല്ല, ചപ്പാത്തി കൂട്ടി വേണം അത് കഴിക്കാൻ. ചപ്പാത്തി കൂട്ടി വേണം കഴിക്കാൻ. ഓക്കെ. അപ്പം അടിപൊളിയായിരിക്കും. അപ്പം ഞാനും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, കാണുന്ന പ്രേക്ഷകർക്കും ഇത് പുതിയ എക്സ്പീരിയൻസ് ആണ്. സോ എന്തായാലും കാല ചിക്കൻ പൊളിയായിരിക്കും എനിക്ക് ഉറപ്പാണ്. മിക്സിയുടെ ജാർ എടുത്തു. അല്ല, ഇതെന്താ ഒരു പച്ചക്കറി തോട്ടം മൊത്തം ഉണ്ടല്ലോ, ഈ ഇത്രയും മല്ലിയില എന്തിനാണ് ചേച്ചി? ഇതിന് മെയിൻ ഫ്ലേവർ മല്ലിയിലയാണ് കൊടുക്കും. അപ്പൊ അത് കടുക്കത്തില്ല? ഇല്ല. ഓ, അപ്പോൾ കാല ചിക്കനിൽ സ്മോക്കി ഫ്ലേവറിന് പുറമെ നമ്മൾ വേറൊരു സ്പെഷ്യൽ സാധനമുണ്ട്. കാരണം നമ്മൾ മല്ലിയില ഇത്രയും നമ്മൾ ഇവിടുത്തെ ഡിഷുകൾക്കൊന്നും ഉപയോഗിക്കത്തില്ല. ഇത് ഒരു കാട് മൊത്തം ഉണ്ടെന്ന്. പച്ചമുളക് 2 എണ്ണം മതി, മല്ലിയില കുറച്ച് ജാസ്തി ആയിരിക്കണം. അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി. കുറച്ച് വെള്ളം ഒഴിക്കോ. അപ്പോൾ നമ്മുടെ തുടക്കം ചിക്കൻ മാരിനേഷനാണ്. അപ്പോൾ ആ മാരിനേഷനുള്ള കൂട്ടാണത്. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക, മഞ്ഞപ്പൊടി, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് കളയണ്ട, വെള്ളം ഒഴിച്ച് ജാർ വെച്ച്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ചിക്കനിൽ നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ കറി വെച്ച് ലാസ്റ്റ് ഫൈനൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല കറാന്നായിരിക്കുന്നത്. ഞാൻ കഴിച്ചത് നല്ല കറുത്ത കളറിലെ ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ചിക്കനിലേക്ക് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞപ്പൊടി ഇത്രയിട്ട് മിക്സ് ചെയ്തതാണ്. ഇതിന് ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് അതിൽ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് യമുന ചേച്ചി പറഞ്ഞതുപോലെ ചിക്കൻ മാരിനേഷൻ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഉള്ളി, സവാള പ്ലസ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കൊപ്ര തേങ്ങ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെയ്തെടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ച് ശരിക്കും ഇത് കനലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ, കനലിൽ വെച്ചിട്ട് നല്ല ഇത് ഫോളോ ചെയ്യരുത്. തീർച്ചയായിട്ടും ഇത് ഗ്രില്ലിംഗ് ആ ഒരു നെറ്റിനകത്ത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കനൽ വെച്ചിട്ട് അതിനകത്ത് ചെയ്യുക. കാരണം ഇപ്പം നമ്മളൊരു കോമ്പറ്റീഷൻ ആയിട്ട് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ഒരു സാധനമുണ്ട്. അപ്പോൾ ഇവിടെ ബർണർ വലുതാണ്. അപ്പോൾ അത് ബർണർ വലുതായത് കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ആ ചെറിയ ഗ്രില്ലിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ സവാളയും നമ്മുടെ തേങ്ങയും നന്നായിട്ട് ചുട്ടെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കടായി ചൂടായിട്ടുണ്ട്, നമുക്ക് നെയ്യ് ഒഴിക്കാം. അപ്പോൾ ആദ്യം നെയ്യ് ചൂടായി നമുക്കതിലേക്ക് സവാള ഇടാം. ഇനി ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവണം. അപ്പോൾ നമുക്ക് അതൊന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തിയും കൂടെ അങ്ങ് പരത്താം അതിൻ്റെ കൂടെ. ഈ ചപ്പാത്തി ചിലരൊക്കെ പരത്തുമ്പോഴേ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് ഫുള്ള മാവായിരിക്കും. ആ ഏരിയ മൊത്തവും മാവ് വാരിയിട്ട് ഇതിനകത്തും കുറെ മാവ് വാരിയിട്ടിട്ട് ചപ്പാത്തി ഉണ്ടായി കഴിയുമ്പോൾ 1 കിലോ മാവ് അതിന്റെ ചുറ്റും കാണും. ചേച്ചി ഞാൻ ചെയ്തപ്പോൾ നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ആയോ. ഈ എന്താ പറയുക, മാവൊന്നും വേസ്റ്റ് ചെയ്യില്ല. കാരണം ഞാനത് ശ്രദ്ധിച്ച കാര്യമാണ്. കാരണം ഇത് കുഴയ്ക്കുന്ന സമയത്ത് ആ ബൗളിൽ പോലും മാവിന്റെ തരി ഉണ്ടോ നോക്കിയേ, എന്ത് പെർഫെക്ഷനാണ്. അതാണ്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. നമ്മൾ 2 പച്ചമുളക് അത് അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ, അല്ല കുറച്ചുകൂടെ ഇടാം. ഇനി കുരുമുളക് കുറച്ച്. അപ്പോൾ ഇത് നമ്മുടെ മസാല മൂത്ത് കഴിഞ്ഞു.
നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ആ നേരത്തെ മസാല അടിച്ചു വെച്ചതിൽ ജാറ് കഴുകി ഞാൻ വെക്കാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഉപ്പ് നോക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കിയും കൊടുക്കാം. ചിക്കൻ ഇവിടെ കിടന്ന് നല്ല വെന്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് ഞാൻ 2 റൊട്ടിയും കൂടെ ഉണ്ടാക്കട്ടെ. ഇനി നമ്മൾ ഈ ചിക്കനിൽ ഇടാത്തൊരു സാധനമുണ്ട്, ഞാൻ ഇതുവരെ ഇട്ടില്ല, ഗരം മസാല. ഇനി അതിടാം. ബേൺഡ് ആയിട്ടുള്ള കൊപ്ര തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലെടുത്തു. നമ്മുടെ ആ ചിക്കനിലോട്ട് അവനെ അങ്ങ് തട്ടുക. സോ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആ മസാലയും അതുപോലെ തന്നെ ആ പേസ്റ്റും എല്ലാം കൂടെ ചേർത്തൊന്ന് സെറ്റ് ആവട്ടെ. നല്ല കറുപ്പായി തുടങ്ങി. ഇനി അത് വറ്റി വരുമ്പോൾ നല്ല കറുപ്പാവും. അപ്പോൾ തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ചേച്ചി ചപ്പാത്തി പരത്തുന്നു, ഞാൻ ഗാർണിഷിങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ കാല ചിക്കൻ റെഡിയായി, നമ്മുടെ റൊട്ടിയും റെഡിയായി. ഇനി എങ്ങനെ ഉണ്ടെന്നുള്ളത് ജഡ്ജ് പറയും, നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് പറയും. അതെ, ഓക്കെ, താങ്ക് യു. ഇപ്പം ഇതിനകത്ത് കാല ചിക്കൻ, ഇപ്പം ഈ ഡിഷ് മഹാരാഷ്ട്രീയൻ ഫുഡാണ്. ഇതിനെ ഇപ്പം ചേച്ചി നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് കാല ചിക്കൻ എന്ന് പറയുന്നത് 2 വേർഷനിലാണ് വരുന്നത്. ഒന്ന് കാല ചിക്കൻ എന്ന് പറയുന്നത് തന്നെ ചിക്കൻ ഉണ്ട്, കരിങ്കോഴി എന്ന് പറയുന്ന ചിക്കൻ തന്നെ ഉണ്ട്. അത് ഒരു വേർഷൻ ഓഫ് കുക്കിംഗ് ആണ്. പിന്നെ കാല കളറിലുള്ള ചിക്കൻ, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. അപ്പൊ ഇത് എത്രത്തോളം ബ്ലാക്ക് ആക്കാൻ പറ്റുന്നോ അതെ അത്രത്തോളം നിങ്ങളെ ചിക്കൻ കാല ചിക്കൻ. ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് അതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് സോട്ട് ചെയ്ത് നല്ല രീതിയിൽ അതിനെ കാല ചിക്കനാക്കി മാറ്റുന്നിടത്ത് അത് കാല ചിക്കനായി മാറുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്തായാലും. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു ഡിഷ്. അതിപ്പോൾ എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്താലും അതിന് കാല ചിക്കൻ എന്ന് പറയുന്ന പേരിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. ബ്ലാക്ക് പെപ്പർ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് മഹാരാഷ്ട്രീയൻ ഫ്രണ്ട്സ് ഉണ്ട്, മനസ്സിലായില്ല. അപ്പം ഇത് പിന്നെ ഒരു പറഞ്ഞോട്ടെ, പിന്നെ ഇതിനെ വേറൊരു രീതിയിലും ചെയ്യാം. എള്ള് വറുത്തിട്ട് പൊടിച്ചു വിടാം ഇതില്. പൊന്നുമോളെ, ഇത് എള്ളിലാണ് ചെയ്തതെങ്കിൽ നമ്മളുടെ പാലറ്റ്സ് ഇത് സെലിബ്രേറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് എള്ളില് ചെയ്യാൻ ഒരു പേടി, അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ എള്ളുണ്ട മനസ്സിൽ നമ്മളുടെ ഇവിടെ ടേസ്റ്റ് പിടിക്കുമോന്ന് അറിയാം. ടേസ്റ്റ് ഒരു അടുത്ത പ്രാവശ്യം കോമ്പറ്റീഷനിൽ മനസ്സിലാക്കേണ്ടത് ടേസ്റ്റ് അല്ല പ്രധാനം, ഡിഷിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ദീപന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് അത് നല്ലൊരു ഡിഷ് അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പേഴ്സണൽ ചോയ്സ് വേറെ ആയിരിക്കും. നമ്മൾ എല്ലാം പേഴ്സണൽ ആവുന്നു ഇവിടെ, അത് പാടില്ല. ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണൽ, ദിസ് പ്രൊഫഷണൽ. പേഴ്സണൽ ടച്ച് നമ്മൾ കുക്കിങ്ങിനാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഹാരാഷ്ട്രീയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ. ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്, അവിടെ പോയി താമസിക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് ആ കാല ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചാതെ കുറച്ചും കൂടെ ഒരു ബ്ലാക്കിഷ് നല്ല കറുത്തിരിക്കും, അതുകൊണ്ട് ഉദ്ദേശിച്ചതാണ്. ബട്ട് ദിസ് ഡിഷ് ഇസ് നൈസ്. താങ്ക് യു.
അനീഷേട്ടാ ഇന്ന് എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഷെഫ് ഭയങ്കര സന്തോഷത്തിലാണ്, നല്ല ഡാൻസ് ഒക്കെ കളിച്ച്. കാരണം അല്ല സാധാരണ നമ്മൾ വരുമ്പോ ഇതിപ്പോ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കാണാൻ പറ്റും നമുക്ക്. സാധാരണ നമ്മള് ഈ പുറത്തൊക്കെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന സമയത്ത് ഇന്ത്യൻ പവലിയൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ നാനാ സംസ്കാരങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇന്നിപ്പോ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അല്ലേ? ശരിയല്ലേ? അതർ സ്റ്റേറ്റ്സ് ആണ് ഫുള്ള് അതെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്നു ഏകോപിച്ചിരിക്കും. അത് മാത്രമല്ല അവരത് കറക്റ്റായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. Yes, yes. നോക്കി നവീനൊക്കെ കളർഫുൾ ആയിട്ട് പഞ്ചാബി ഹൗസ് ഞങ്ങള് പഞ്ചാബ്. കണക്ക്. അതെ We are from Punjab. We are from Punjab. പറഞ്ഞു പഞ്ചാബ് ഹൗസില് യഥാർത്ഥനാണ് അരിശേഷം എന്ന് പറഞ്ഞില്ലല്ലോ, കുഴപ്പമില്ല. ജനാർദ്ദൻ സർ കൂറിരുന്ന് വാരിയതാ. ജനാർദ്ദൻ ചേട്ടൻ കറക്റ്റാണ് ഷെഫ് പറഞ്ഞത്. അത് കൊള്ളാട്ടോ, correct. പക്ഷെ അവന് പറ്റിയതാണെന്നറിയാമോ? ഈ ഷെഫിനെ അത് കഴിഞ്ഞ പഞ്ചാബിൽ പോയ നാൾ മുതൽ പഠിച്ചുള്ള കാര്യങ്ങളാണ്. കണ്ണ് വെളി കിടക്കും. അടുത്ത വേറെ ആരെങ്കിലും അതറിയാൻ പറ്റില്ല. ജനാർദ്ദനായി ഉമ്മറായി അല്ല അയ്യെന്നല്ല, അതുപോലെ കാണിക്കുന്നത്. അല്ല എന്തായാലും ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാലോ. നീ ഒന്നും ചെയ്യരുത്. കണ്ണ് വടക്കരുത്. കണ്ണവിടെ ഇരിക്കട്ടെ. കണ്ണവിടെ തന്നെ എടുത്തോട്ട്. ഓക്കെയാണ്. അനീഷേട്ട ഒന്ന് പറഞ്ഞു കൊടുക്കും. അപ്സരേ, ഞാനൊരു വികാര ജീവിയാണ്. അല്ലല്ല അല്ലല്ല അത് നമുക്കറിയാം. അത് നീ പറയില്ല. അതല്ല, ഞാൻ ഡയലോഗ് പറഞ്ഞ സിനിമ ഞാൻ അതൊന്ന് മറന്നു നിന്ന ആൻസർ. ആ ഡയലോഗ് എനിക്കറിയാം നീ അത് പറയും. അച്ഛനെ. അത് ഉള്ളിന്നൊന്നും അറിയാമോ? ഉള്ളിന്നാലും ഉരുളക്കിഴങ്ങ്. ട്രോൾ ചെയ്യാണ്. അതിന്റെ ഉഗ്രൻ വേറെ ആരെങ്കിലും ഉണ്ടോ മിമിക്രി അറിയാൻ? സഹകരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും സുഖം. അല്ലേ? ദീപൻ ദീപൻ അതല്ലേ? സഹകരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും സുഖം. എതിർത്താൽ എനിക്ക് മാത്രം സുഖം. അത് 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 ജയനായിരുന്നു. ജയനല്ല ഉമ്മർ. ഞാനൊരു വികാര ജീവിയാണ്. സഹകരിച്ചാൽ സഹകരിച്ചാൽ എനിക്കും സുഖം, നിനക്കും സുഖം. ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് മാത്രം സുഖം. അത് ബീന ചേച്ചിയാണ് പറഞ്ഞത്. അയ്യോ അത് പറ്റില്ല. ബീനേച്ചി പറയണമെങ്കിൽ ആദ്യം ആ മൂക്കില പണ്ടാരെടുത്ത്. എനിക്ക് ഞങ്ങള് നേരത്തെ എനിക്ക് അനങ്ങാൻ വയ്യടാ. ഞാനും അപ്സരയും കൂടെ നേരത്തെ അവിടെ ചെന്നപ്പോ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. ഈ മൂക്കിൽ കടുപ്പിച്ചോണ്ടേ മൂക്ക് കയറിട്ട ഒരു കാളെ പോലെ ഇങ്ങനെ ഒരു സൈഡ് പോലെ താരാരാരാ ഇങ്ങനെ കളിക്കുന്നു. ചേച്ചി ആ പാലൊക്കെ എടുത്ത് ആ പനീര് കറക്റ്റ് കറക്റ്റ്. ബീന ചേച്ചിയെ ട്രോൾ ചെയ്തു അല്ലേ? നമ്മളെ കൊല്ലക്കാരുടെ ജയനെ ആരെങ്കിലും ഇറക്കണ്ടേ അവിടെ? അമ്മേ പിടിച്ചു നിന്റെ പുട്ടും പഴവും. ജയനല്ല, ഞാൻ ആണല്ലേ? യൂണിവേഴ്സിറ്റി എന്താ എന്റെ പൊന്ന് നാദിനെ. അതല്ല, ശ്വാസകോശം പറയും. ഒരു കൈയടി കൊടുക്ക, എല്ലാരും കൈയടി കൊടുക്ക. സൈലൻസ് സൈലൻസ്. ഞാൻ ഒരിട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാലും പറയാ ഈ വേഷത്തിൽ പറയുമ്പോ കറക്റ്റ് ആയിരിക്കും. ബാബാ ചെല്ലി ചെല്ലി. ആര്യന്റെ മുഖത്തേക്ക് നോക്കരുത്. ആരും മൂത്താരും നോക്കല്ലേ. കണ്ണടച്ചു പറഞ്ഞു. എന്റെ പൊന്ന് നാദിനെ. അതല്ല, ശ്വാസകോശം നമ്മൾ സിനിമയിൽ എഴുതി കാണിക്കുമല്ലോ ആദ്യത്തത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അതിനുശേഷം ജയനെ പറയണേ. അത് മറന്നു ഞാൻ. ട്രൈ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ നിന്ന് ഇത്ര അറിയൂ. അപ്പോൾ ജയൻ 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 എനിക്ക് അറിയില്ല. അവൻ ദീപന്റെ എനിക്കറിയില്ല. അറിയില്ല. യമന ചേച്ചിയുടെ ജയം. ബെസ്റ്റ്. മാർക്കറ്റിലുണ്ടോ ഈ ജയന് ശേഷം അതാ ജയ് ജയ് അതെ. അതാണ്ടാ ഫ്രണ്ടിലോട്ട് അതുണ്ടോ നോക്കിയതാ. എടാ, അത് എളുപ്പമാണ്. ജയനെ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ജയനെ ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബീഫ് കഴിച്ചു. ബീഫ് കഴിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷം ചെറുതായിട്ട് തലങ്ങനെ ആട്ടും. ബീഫ് കൊള്ളായിരുന്നു. അതെന്തിനാ അടിച്ചത്? ഒരു സപ്പോർട്ട്. ഇത് ജയനൊരു മര്യാദ ഉണ്ട്. ജയന്റെ നടത്തേക്ക് നമുക്കറിയാം. ഏയ് കൊച്ചുകള്ളി വീണേ സുരലോക ജലധാര ഒഴുകി ഒഴുകുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് ഭീമൻ രഘുവാണ്. അത് എല്ലാം എക്സ്ട്രായാണ്.
അത് കുറച്ച് കൂടുതലാണ്. 10 അടി രഘുചേട്ടാ ക്ഷമിക്കണേ, ആദ്യം പുള്ളി തരാമോ ഇത് അലവങ്ങ് എടുക്കും. എന്നിട്ടാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് അങ്ങ് കോട്ട മൈതാനം പറഞ്ഞ കൊണ്ടുപോകും. വിനാശകാലേ വിപരീത ബുദ്ധി. ഞാൻ ഇടയ്ക്ക് നമ്മുടെ കൈരളിയില് നുണക്കഥ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആണ് അദ്ദേഹം കൊടുങ്ങല്ലൂർ അമ്മയെ പറ്റി ഒരു പാട്ടിറങ്ങി. ആ പാട്ട് കേട്ടോ നിങ്ങള്? കേക്കട്ടെ. കൊടുങ്ങല്ലൂരമ്മ കൊടുങ്ങല്ലൂരമ്മ. ഇത് രഘുചേട്ടൻ കാണൂട്ട്. എന്തായാലും കൊടുങ്ങല്ലൂരമ്മയ്ക്കൊരു പ്രാർത്ഥന. സംഭവിച്ചത് ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഇതിന്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നെ വിളിച്ച് ഒരു വെള്ളം തെറി വിളിച്ചു. അല്ല ഇത് കഴിഞ്ഞ് അടുത്ത ഗസ്റ്റ് ഭീമന്റെ ആവുമ്പോഴാണ് അന്ന് ഞാൻ ഇല്ല. ഇത് കണ്ടതിന് ശേഷം അന്ന് ഞാൻ ഇല്ല. ലീവിലാണ്. പിന്നെ ഇനി അടുത്ത ആരാ? ഒരു മിമിക്രി. അടുത്താണ് നമ്മളെ ക്രിസ്തു കിടിലം മിമിക്രി. ഡാൻസ് ആണല്ലോ അല്ലേ? ക്രിസിന്റെ ഒരു ഇത് യൂഷ്വലി ക്ലാസ്സിൽ എടുക്കുന്നൊരു സംഭവമാണ്, വോയിസ് ചേഞ്ചിൻ്റെ കാര്യം എടുക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം അമിതാഭ് ബച്ചൻ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വോയിസ്, അത് കഴിഞ്ഞ് 80s 90s അങ്ങനെ ട്രാൻസിഷൻ വരുന്നത്. പണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നത് मैं और मेरी तन्हाई अक्सर ये बातें करते हैं कि तुम होती तो ऐसा होता, तुम होती तो वैसा होता, तुम ये कहती, तुम वो कहती, तुम इस बात पे इतनी हंसती, तुम इस बात पे हैरान होती, मैं और मेरी तन्हाई. ഇത് പണ്ട് മെലിഞ്ഞ ഒരു തിൻ വോയിസ്. ഈ സമയത്താണ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുള്ളിക്കാരനെ വോയിസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു വിട്ടിട്ട് സിനിമയിൽ കയറിയ സമയം. ഇത് കഴിഞ്ഞ് ഒരു 90s ഒക്കെ 80s ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഷെഹൻഷാ സിനിമ വന്നു. ഐ തിങ്ക് നമ്മളൊക്കെ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ് ആരാധന തുടങ്ങിയത് ഷെഹൻഷായിലായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് ബേസ് കൂട്ടിയിട്ട് റിശ്തെ മേ തോ ഹം തുമ്ഹാരെ ബാപ്പ് ലഗ്തേ ഹൈ നാം ഹൈ ഷെഹൻഷാ അത് വന്നു. പിന്നെ അത് കഴിഞ്ഞ് 90s ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശബ്ദം മുഴുവനും മാറ്റി ഒരു സിനിമ ഫുൾ ഡബ് ചെയ്തത് വേറെ വോയിസിലാണ്. യേ യഹാ പേ ടെലിഫോൺ കി घंटी बहुत बजते हैं, डावर साहब विजय दीनानाथ चौहान, बाप का नाम दीनानाथ चौहान, माँ का नाम सुहासनी चांद, उम्र 36 साल 9 महीना, ये 16वां घंटा चालू है, इंग्लिश बोलते हैं अपॉइंटमेंट. ഇത് ആ ഒരു हाँ तो आज कौन बनेगा करोड़पति में आज हम देखेंगे हमारे साथ है. ഇങ്ങനെ ഒരു വേരിയേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു അദ്ദേഹത്തിൻ്റെ വോയിസ് ഒരു ലെസൺ ആയിട്ട് എടുക്കാറുണ്ട് യൂഷ്വലി. അബിക്കയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. അബിക്കയുടെ മാസ്റ്റർ പീസ് ആണല്ലോ. വേറെ സംഭവം പഠിപ്പിച്ചുതരാം. പഴയ നായികമാരുടെ ആരുടെങ്കിലും ലുക്ക്, പഴയ നായികമാരുടെ നോട്ടങ്ങൾ, പഴയ നാണം, അതെങ്ങനെ അവര് നടന്നു പോകുന്നൊക്കെ. അല്ല അത് ശീലാമ്മ മാത്രം. ആ അതാണ് സാധനം. സ്ട്രൈറ്റ് ഒന്ന് കാണിച്ചിട്ട് കാണട്ടെ എല്ലാവരും. ഇവിടെ നിന്ന് അവിടെ വരെ നടന്നു. അത് ലയനം. അല്ല അത് ഇന്നലത്തെ സിനിമയ്ക്ക് മാത്രം. നീ നടന്നു പോകുമ്പോ ഞാനിങ്ങനെ വിളിക്കും, ഏയ് എന്ന് വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കണേ. ഇതല്ലേ അങ്ങോട്ട് പോണേ. കണ്ണ് അപ്സര ഇങ്ങോട്ട് നോക്കൂ. ഈ ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഷെഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ നടന്മാർ എന്തുകൊണ്ടാണ് ഇവര് ഇത്രയും, പണ്ട് നമുക്ക് ഇത്രയും ലൈറ്റിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. HMI വെച്ചങ്ങ് അടിച്ച് പൊള്ളുന്ന വെയിലാണ്. അപ്പൊ ഈ തെർമോക്കോളും HMI എല്ലാം അടിക്കുമ്പോ കണ്ണ് തുറക്കാൻ പറ്റില്ല. അതാണ് ഉമ്മർ സാർ ഇങ്ങനെ പിടിക്കുന്നത്. ഇങ്ങനെ പിടിക്കുന്നതിന് കാരണം അറിയാമോ? അല്ല അതല്ല, പെണ്ണുങ്ങൾ എന്താണ് കണ്ണിങ്ങനെ അടഞ്ഞോണ്ടിരിക്കും. കണ്ണിങ്ങനെ അടഞ്ഞോണ്ടിരിക്കുക, ലൈറ്റ് അടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. പക്ഷെ അതിനെ വെല്ലുന്ന ഒരാളുണ്ടെന്ന് അറിയാമോ? കൂളിംഗ് ഗ്ലാസ് അങ്ങ് വെക്കും. കൂളിംഗ് ഗ്ലാസ് ഒരു പ്രശ്നമില്ലല്ലോ. ബാക്കി എല്ലാ നടന്മാരും കണ്ണടച്ചളയും. ലൈറ്റ് കൊണ്ട് കണ്ണിങ്ങനെ ഇരിക്കും.
അയ്യോ പാവം. കാരണം ഈ നേരം മറിച്ച് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തേ. ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് കുഴപ്പമില്ല. ഉമ്മർ സാർ നേരെ നടന്നു വരും. ലൈറ്റ് ഇടും. ജോസ് പ്രകാശ് സാർ നടന്നു വരും. ലൈറ്റ് ഇട്ടോ. ലൈറ്റ് ഇട്ടോ. പിന്നെ കുഴപ്പമില്ലല്ലോ. അവരുടെ പ്രൊട്ടക്ഷൻ ആണ്. അടിപൊളി, അവര് തന്നെ ഉണ്ടാക്കിയ സാധനം. Milma presents Vira Food Celebrity Kitchen Magic Season 3 Powered by Amrutaveni KSFE, Bima Jewelers, Pankaja Kasturi Ortho Herb and and Kerala Bank. ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ അതർ സ്റ്റേറ്റ് റൗണ്ടാണ്. അപ്പോൾ അതർ സ്റ്റേറ്റ് റൗണ്ടിൽ ഇന്ന് കർണാടക ആയത് കാരണം എന്താ പറയണ്ടേ, ಎಲ್ಲರಿಗೂ എല്ലാവർക്കും ಸೆಲೆಬ್ರಿಟಿ ಕಿಚನ್ ಮ್ಯಾಜಿಕ್ ಸೀಸನ್ 3ಗೆ അത് തന്നെ ಸಹರ್ಷ ಸ್ವಾಗತ. സ്വാഗത. ಚೆನ್ನಾಗಿದ್ದೀರಾ? റെഡി ആയിരുന്നു. സുഖമല്ലേ? അങ്ങനെയാ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർണാടക സ്റ്റേറ്റിലെ ഏറ്റവും ഫേവറേറ്റ് ഡിഷായിട്ടുള്ള ബിസിബെലാബാത്. അപ്പോൾ ബിസിബെല ഹുലിയന്ന എന്ന് പറയും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എള്ള് പൊട്ടിക്കും, ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് എള്ള് ഇങ്ങനെ പൊട്ടുന്നത് കാണാം. ഇങ്ങനെ അപ്പോൾ അത് കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് എള്ള് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാം. ഇതിൻ്റെ ABCD എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് വെറും സൈലന്റ് മാത്രമാണ്. സൈലന്റ്. എന്നിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലിൽ നമ്മൾ സ്പൈസസ് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഓയിൽ എടുക്കുക, പിന്നെ ചുവന്ന മുളക്. യൂഷ്വലി 2 ടൈപ്പ് മുളകാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കളറിന് വേണ്ടിയിട്ടും ഒന്ന് എരിവിന് വേണ്ടിയിട്ടും. അതാണ് ടിപ്പിക്കൽ ബിസിബെലാബാത്തിൻ്റെ സ്പെഷ്യാലിറ്റി. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഒരു ടൈപ്പ് മുളക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ, അത് അരയാൻ പാകത്തിന് സോഫ്റ്റായി കഴിഞ്ഞാൽ, മുളക് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. സ്പൈസസിനകത്ത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, അതിൻ്റെ കൂടെ മല്ലി, പിന്നെ നമുക്ക് ജീരകം, അതിൻ്റെ കൂടെ സ്പൈസസ് ആയിട്ട് ഗ്രാമ്പ്, ഏലക്ക, കറുവപ്പട്ട, കുരുമുളക്. ഇതാണ് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മുളകൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഒരു കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ സ്പൈസസിൽ നമ്മൾ കടലപ്പരിപ്പുണ്ട്, ഉഴുന്നുപരിപ്പുണ്ട്, ജീരകമുണ്ട്, മല്ലിയുണ്ട്, അതിൻ്റെ കൂടെ കറുവപ്പട്ട, ഗ്രാമ്പ്, ഏലക്കയുടെ അകത്തുള്ളത് നമ്മുടെ ബ്ലാക്ക് പെപ്പർ. അപ്പോൾ ആ സ്പൈസസും കൂടെ ഇട്ടു. അപ്പോൾ വെജിറ്റബിൾസ് നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തുവരപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് തുവരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് അരി എടുക്കാം. കാരണം പരിപ്പ് ഒന്നിൽ പലരും ചെയ്യുന്നത് 1 കപ്പ് അരിക്ക് 1 കപ്പ് തുവരപ്പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 1 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 കപ്പ് വരെ വെള്ളം വേണം. കാരണം ഇത് വെള്ളം കൂടി നിൽക്കും. വെള്ളം കൂടി നിൽക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റൈൽ. അപ്പോൾ ഇത് ഡ്രൈ റൈസ് പോലെ, ഫ്രൈഡ് റൈസ് പോലെയോ ബിരിയാണി പോലെ അല്ല. പൊങ്കലിനേക്കാളും കുറച്ചുകൂടെ ലൂസായിരിക്കും. കൂഴ് പോലെ നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബിസിബെലെ ഹുലിയന്ന. അപ്പോൾ ബിസിബെലെ ഹുലിയന്ന അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞുതരാം. എന്താണ് അതിൻ്റെ അർത്ഥം? ബിസി എന്ന് വെച്ചാൽ ചൂട്, ബെല എന്ന് പറഞ്ഞാൽ നല്ല, ഹുലി എന്ന് പറഞ്ഞാൽ പുളി, അന്ന എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പോൾ എന്തായി? ബിസിബെലെ പുളിച്ചോറ്. ആ, നല്ല പുളിച്ചോറ്. നമുക്ക് കന്നഡവും മലയാളം തമ്മിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് നിങ്ങളുടെ നാട്ടിലാണ്. കാസർഗോഡ്, കണ്ണൂർ ഭാഗത്താണ്. കുറേ കന്നഡ വാക്കുകളൊക്കെ കാസർഗോഡിൽ വരും. കുതിർത്ത് വെച്ച തുവരപ്പരിപ്പ് 1 കപ്പ്, അതൊരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് കുക്കാവാൻ എളുപ്പമാണ്. അതിൻ്റെ കൂടെ നമ്മൾ നറുക്കി വെച്ച വെജിറ്റബിൾസ്, അതിനകത്ത് ക്യാരറ്റ്, ബീൻസ്, സവാള നിർബന്ധമല്ല, ഉരുളക്കിഴങ്ങ് നിർബന്ധമല്ല. മെയിനായിട്ട് ക്യാരറ്റ് കിട്ടും, ഗ്രീൻ പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ബാക്കിയുള്ള വെജിറ്റബിൾസും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം, അതും നല്ലതാണ്, ടേസ്റ്റിന് നല്ലതാണ്. അപ്പോൾ പരിപ്പിട്ടു, നമ്മൾ കഴുകിയെടുത്ത നല്ല അരി. ഇത് വെജിറ്റബിൾസ് കറുത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ വെള്ളം നമ്മൾ എന്തായാലും കളയണ്ട, കാരണം ഇതിനകത്തുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്ത് തന്നെ ഉണ്ടാവും.
അപ്പോൾ വെജിറ്റബിൾസ് ഇട്ടു. ഇതിനകത്ത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, സവാള, ബീൻസ്, ഇത്രയുമാണുള്ളത്. സോ ഇതിനെ നമുക്ക് ഇത്രയും ഉള്ളത് കാരണം 8 മുതൽ 10 കപ്പ് വരെ വെള്ളം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 8 മുതൽ 10 കപ്പ് വരെയാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ എല്ലും കൂടി ഇട്ടോ, അതൊന്ന് ആറണം. ആ ഗ്ലാസ്സിലോട്ട് ഇട്ടോ. ഇട്ടോ. കുറച്ച് ഉപ്പിട്ടു. നമുക്ക് ലാസ്റ്റ് ഉപ്പ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 4 തൊട്ട് 5 വിസിൽ വരെ നമുക്കാവാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കാവും. ബിസിബേളബാത്തിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് സൈഡിൽ നല്ല ക്രിസ്പി ബൂന്തി, മിക്സറുള്ള പോലെയല്ല, ക്രിസ്പി ആയിട്ടുള്ള ബൂന്തിയാണ്. അപ്പോൾ അതിന് വേറെ വലുതായിട്ടൊന്നും ആവശ്യമൊന്നുമില്ല. കടലമാവ്, മുളക് പൊടി, ഉപ്പ്, അത് നന്നായിട്ടൊന്ന് ലിക്വിഡായിട്ടൊന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ വറുത്തെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഒരു കണ്ണാപ്പയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബൂന്തിയായി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൂന്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു. നമ്മൾ വളരെ തിന്നാക്കാനും പാടില്ല, വളരെ തിക്കാവാനും പാടില്ല. ഫ്ലോയിങ് കൺസിസ്റ്റൻസി വേണം. അതായത് കണ്ണാപ്പയിലൂടെ ഈ മാവ് താഴേക്ക് വീഴണം. ആ വീഴുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഓക്കെ, കുറച്ചുകൂടെ ഉപ്പല്ലേ അതിലെന്തെല്ലാം ഇട്ടേ? ഇപ്പോൾ ഇതിൽ കായം വേണം കുറച്ച്. അതിലിപ്പോൾ എന്തെല്ലാം ഇട്ടേ? ഇതിൽ മുളക് പൊടി, ഉപ്പ്, കടലമാവ്. അപ്പോൾ നമ്മൾ ബൂന്തിക്കുള്ള മാവ് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള സ്പൈസസ്, ആ സ്പൈസസിനകത്ത് നമ്മൾ കുരുമുളകും, ഗ്രാമ്പും, ഏലക്കയും, ഉഴുന്നുപരിപ്പും, കടലപ്പരിപ്പും എല്ലാം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ച് അത് തണുപ്പിച്ച് അതിപ്പോൾ ബോളിലാക്കിയിട്ടുണ്ട്. കായപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് അരക്കരുത്, പൊടിക്കണം അല്ലേ? ഇതിപ്പോൾ ബിസിബേളബാത്ത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് തൊട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമുണ്ട്. ബിസിബേളബാത്തിൻ്റെ ഈ പൗഡർ കിട്ടും. ഈ പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചോറും പരിപ്പും വെജിറ്റബിൾസും കൂടെ വെച്ച് കുക്കറിൽ ഒരു 5 വിസിലായി കഴിഞ്ഞാൽ പുളി വെള്ളം ഒഴിച്ച് ഈ പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിബേളബാത്ത് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് അനദർ ഓപ്ഷൻ. നിങ്ങൾക്ക് ബൂന്തി ഉണ്ടാക്കേണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ വാങ്ങിക്കുന്ന ബൂന്തി വാങ്ങിക്കുക, അത് കൂടെ കഴിക്കുക, അല്ലെങ്കിൽ പപ്പടത്തോട് കഴിക്കുക, അല്ലെങ്കിൽ ചിപ്സിൻ്റെ കൂടെ കഴിക്കുക. ഇത് നമ്മൾ നന്നായിട്ട് പൊടിക്കണം. ഓക്കെ, അപ്പോൾ അത് പൊടിച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി, അവർ നിലക്കടല എന്നാണ് പറയാം. അത് ഒരു ഫ്ലേവറിന് നെയ്യിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കടുക്, കുറച്ച് ഉലുവ, കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്, നമ്മൾ കടുക് വറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ കടലയും അപ്പോൾ നമ്മൾ ചോറിലേക്ക് മിക്സ് ചെയ്യാനുള്ള പുളിയും ബിസിബേളബാത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ സ്പൈസ് പൗഡറും കടലയും കടുവറുത്ത കടുകും കറിവേപ്പിലയും അതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞു, വെജിറ്റബിൾസ് വെന്ത് കഴിഞ്ഞു, അത് ഉപ്പിട്ട് വേവിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്പൈസ് മിക്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിൽ പൊതുവേ നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന ഈ ബിസിബേളബാത്ത് അല്ലെങ്കിൽ ബിസിബേള ഹുളി എണ്ണ, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഗ്രാമ്പിൻ്റെ ആയിരിക്കും. നമ്മളത് ഗ്രാമ്പിൻ്റെ ടേസ്റ്റ് അങ്ങനെ യൂസ്ഡ് ആവാത്തത് കാരണം നമ്മുടെ പാലറ്റിനുള്ള ടൈപ്പ് അല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ഗ്രാമ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടി നിൽക്കുക. ചൂടുവെള്ളത്തിന് കന്നഡത്തിൽ പറയുന്നത് ബിസ്നീരും. അപ്പോൾ നമ്മൾ ബിസിബേള ബാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിസിബേള ഹുളി എണ്ണ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം, ഉപ്പ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനെ കുറച്ച് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ സൈഡ് സെർവ് ചെയ്യാനുള്ള ബൂന്തി റെഡിയാക്കണം. ഇതൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ കൊത്തമല്ലി നമ്മൾ വെട്ടിയിടും.
നമ്മൾ ടേസ്റ്റിൻ്റെ ആ സ്പൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇടുന്നത്. നെയ്യിൽ തക്കാളിയും ക്യാപ്സിക്കവും ഒന്ന് നമ്മൾ ടോസ്റ്റ് ചെയ്ത് നമ്മൾ അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ക്രിസ്പ് ആവണം, തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണം. ഇതായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇടാം. ബിസിബെലെ ഹൊലിയണ്ണ, പുളിയുള്ള ചൂടുള്ള ചോറ്. അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബൂന്തിയും റെഡി ആയിട്ടുണ്ട്. ഹിയർ ഇസ് അവർ ഡിഷ്. എടുത്തു കാണിച്ചു. ಚಿನ್ನಾಗಿದ್ದೀರಾ ನೋಡ್ರಿ. ನೋಡ್ಬಿಟ್ಟು ಹೇಳಿ ಚೆನ್ನಾಗಿದ್ದೀರಾ, നോക്കിയിട്ട് പറയൂ. കൊള്ളാലോ? Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Bima Jewelers, Pankaj Kasturi Ortho Herb and Kerala Bank. ನಮಸ್ಕಾರ. ಊಟ ಆಯ್ತು? ആയിത്തു. ಊಟ ಇದಿ ಊಟ. ಚೆನ್ನಾಗಿದ್ದೀರಾ? എല്ലാം മനസ്സിലായി, തുടങ്ങാം. ചോദിച്ചാലോ അല്ലേ എന്താണ് ഈ ഡിഷ് അറിയണ്ടേ? അതെ, പറയൂ. ഓക്കെ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഏട്ടൻ പറയും. നമുക്ക് ബോറടിക്കും പുള്ളി പറഞ്ഞു ഞാൻ പറയുമ്പോൾ കുറെ സമയം എടുക്കും. കുഴപ്പമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ സമയം. ഞാൻ സമയ ധാരാളം എടുത്ത് അല്ല, ഇത് ബാംഗ്ലൂരിൽ ഒരാൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഈ ബസ് ಕೆಂಬ ಕಾರ್ನರ್ ಹೋಗು അപ്പൊ അടുത്തുള്ള പോകുമായിരിക്കും. അപ്പൊ വീണ്ടും ഞാൻ ഇദ്ദേഹത്തിലേക്ക് പോണോന്നാ പറയുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ദിവ്യ ചേച്ചിയെ കൊണ്ട് പറയിപ്പിക്കണം. ഫുള്ളായിട്ട്. അപ്പോൾ കർണാടക സ്റ്റേറ്റിലെ അവിടുത്തെ സ്റ്റേപ്പിൾ സ്പൈസി ഡയറ്റ് എന്ന് പറയാൻ, സ്പൈസി എന്ന് പറയുമ്പം നമുക്ക് ഗ്രാമ്പിൻ്റെ ഫ്ലേവർ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുവിധം നമ്മുടെ ടേസ്റ്റിനെക്കാളും പാലറ്റിൽ ഗ്രാമിൻ്റെ ടേസ്റ്റ് കൂടി നിൽക്കുന്ന ബിസി ബെലെ ഹൊലിയണ്ണ. ബിസി എന്ന് പറഞ്ഞാൽ ചൂട്, ബെലെ എന്ന് പറഞ്ഞാൽ നല്ല, പുളി അതാണ് ഹൊലി, അന്ന എന്ന് പറഞ്ഞാൽ റൈസ്. അപ്പോൾ പുളിയുള്ള ചോറ്, അതിൽ സ്പൈസ് ചെയ്തിട്ടുള്ള, അതിന് റൈറ്റ് കോമ്പിനേഷൻ, അതിൻ്റെ കൂടെ ബൂന്തി. അതാണ് അവിടുത്തെ ബിസി ബെലെ ഹൊലിയണ്ണ. ബിസി ബെലെ ഹൊലിയണ്ണ. ഹോട്ട് ലെന്റൽ സവർ റൈസ്, ഇതാണ് അതിന്റെ ഇംഗ്ലീഷ്. പുളിച്ചോറ്. അതിനാണ് എബ്ബാളെ അക്കരയേലും എന്തുവാണ് ഇത്? എബ്ബാളെ അക്കരയേലും അഴിച്ചു പുളിച്ചോറത്ത് പറഞ്ഞാ പോരായിട്ട്. ട്രൈ ചെയ്യാം അല്ലേ? ഡിഷിനകത്ത് ഒരു 90% ജസ്റ്റിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ടാമറിൻഡ് എന്ന് പറയുന്നത് പുളി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് പലപ്പോഴും ഞങ്ങളുടെ ഡിഷ് ടേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല എന്ന്. അതിൻ്റെ അല്ല, ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഹോട്ട് ലെന്റൽ സവർ റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. സവർ അതായത് പുളി, ടാമറിൻഡ് ബേസ് ചെയ്തിട്ട് ഒരു സവർ ഫീൽ കിട്ടാം. ആ ഒരു നോട്ടുണ്ട്, പുളിയുടെ ഒരു നോട്ടുണ്ട്. ആ നോട്ട് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നുണ്ടോ? ആ പുളിയുടെ ഒരു നോട്ട് കിട്ടുന്നുണ്ടോ? അല്പം കൂടെ. അതാ ഞാൻ പറഞ്ഞ, ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 100 ആണ്. പക്ഷെ നമ്മൾ അവിടെ കഴിക്കുന്ന പുളി ഒരുപാടാകുമ്പോൾ അത് ബൂന്തിയും കൂടെ വെച്ച് കഴിക്കാം. വെക്കാം. ബൂന്തി ഞാൻ വെച്ച് മധുരമുള്ളതായിരിക്കും. ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഗ്രസ്, ഈ ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷേ
പുളിയുടെ വീണ്ടും നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പുളിയുടെ ഒരു നോട്ട് അല്ലേ അണ്ണാ, ഒരു ടാമറിൻ്റെ എന്ന് പറഞ്ഞ സാധനം താങ്കൾ ഇത് എടുത്തു പറഞ്ഞു. അല്ല അത് ഹുളി എണ്ണാന്ന് പേരതാണ്. അതാ, പക്ഷെ അതിനകത്ത് ആ പുളിയുടെ ഒരു നോട്ട് നാക്കി നമ്മൾ അച്ചാറും കൂട്ടി ചോറ് തിന്നതാണൊക്കെ. ഇന്നോവേറ്റീവ് അല്ല എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ഡിഷസ് ആർ ഓൾറെഡി ദെയർ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ ഇങ്ങനെ ഓരോ ഡിഷസ് കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഗട്ട്സും കൂടെ വേണം. നമ്പർ 1 ആ ഗട്ട്സിലാണ് ഈ ഗെയിം നിൽക്കുന്നത്. നമ്പർ 1 അത് എത്തിക്കാൻ പെടുന്നു എന്നുള്ളത് നിങ്ങളുടെ ശ്രമമാണ്. മനസ്സിലായില്ലേ? അത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റും, കുളവാക്കുന്നില്ല. അവിടെ ഒരു ശ്രമം നടത്തുന്നു. അതെ, ഈ ഡിഷിനകത്ത് ഇപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് നിങ്ങളിത് കുളവാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ആ ടാമറിൻഡിലേക്ക് റീച്ച് ചെയ്യാം. അതിപ്പം 2-3 പ്രാവശ്യം കൂടെ കഴിയുമ്പോൾ ക്രിസ്ത്യൻ ആ നോട്ട്സ് കിട്ടും അല്ലേ? അപ്പം ആ സംഗതി അങ്ങനല്ലേ സംഗീതത്തിൽ പറയുന്നത്? ഷഡ്ജ ഇട്ടിട്ടില്ല, അതൊക്കെ ഇട്ടിട്ടാവും വന്നിരിക്കുന്നത്. അല്പം കൂടെ പുളിയുടെ ഷഡ്ജ ഉണ്ടായിരുന്നെങ്കിൽ. ഇത് പ്രോബബ്ലി ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ അന്നും പറയുണ്ടായി, ഒരു 4 വയസ്സിൽ അമ്മമ്മയുടെ കൂടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു പാഷനാണ്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ എൻജിനീയറിങ്ങിന് പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ലോ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, റേഡിയോ ജോക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് കുക്കിങ്ങിനോടുള്ള താല്പര്യം കൂടി തന്നെ നിൽക്കും. കാരണം ഈ കാലങ്ങളിൽ മുഴുവനും പല ഷെഫിൻ്റെ അടുത്തും എങ്ങനെയാണ് ഇപ്പോൾ ചിക്കൻ യാക്കിട്ടോറി എങ്ങനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോക്ടെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും, ഷെഫ് ജീഷോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ബിരിയാണി ബക്കർക്കയും അവരുടെ എല്ലാം കൂടെ നിന്ന് സംസാരിക്കുമ്പോഴോ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴോ ഇത് അറിയാനുള്ള ശ്രമം മാത്രമാണ് എപ്പോഴും ചെയ്തത്. ഇപ്പോൾ കുഞ്ഞുമോക്ക് വേറെ ഫ്ലേവേഴ്സ്, ഞാൻ ഏതൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടോ അവിടെ ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിച്ച ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീലങ്ക ട്രാവൽ ചെയ്ത സമയത്ത് അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് ചീനി സാമ്പലും പോൾ സാമ്പലും കിരിഹൊതിയും ഇങ്ങനെയാണ് എന്ന് ട്രഡീഷണലി പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടും അത് ഞാൻ പറഞ്ഞില്ല, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അല്ല, ഐ ലവ് കുക്കിംഗ്. അതിൻ്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു വേദി സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഒരുക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ വീട്ടിലൊരു 2-3 ടൈംസ് ട്രൈ ചെയ്തിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് പെർഫെക്ഷൻ വരുത്താൻ പറ്റും. എപ്പോഴും കോമ്പറ്റീഷൻ പ്ലേസ് ഈസ് നോട്ട് എ പ്ലേസ് വെയർ യു ക്യാൻ എക്സ്പെരിമെൻറ്റ്, ബിക്കോസ് യു ആർ പ്ലേയിങ് യുവർ കാർഡ്സ്. അപ്പം ദെൻ അഗെയിൻ താങ്കൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി മനസ്സിലാക്കി പ്രസൻറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമല്ല ഫുഡെന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് സംഗീതം എന്ന് പറയുന്ന ഒരു വാസന പോലാണ്. അതിനകത്തൊരു ആ സാധനം ഇനി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഡിഷിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് ആ ഡിഷിൻ്റെ ഫ്ലേവറും ആ ഡിഷിൻ്റെ പേരും എല്ലാം കൂടെ ജസ്റ്റിഫൈ ചെയ്തതാണ്. അപ്പോൾ എന്നെ അറിയാവുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കോമ്പറ്റീഷന് പോകുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സ്ഥിരം ചെയ്തിരുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണെന്ന് വെച്ചു, അത് പ്രസൻറ്റ് ചെയ്യും. കാരണം എൻ്റെ അടുത്തൊരു സൗത്ത് ഇന്ത്യൻ ഷെഫ് ചോദിച്ചാണ്, നല്ല ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലി ചെയ്യാൻ അറിയാമെങ്കിൽ 1.5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കണം. അത്രയ്ക്ക് ക്ഷാമമാണ് നമ്മളെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ സൗത്ത് ഇന്ത്യൻ ಫುಡ್ಡಿಂದ ಮಾಸ್ಟರ್ಸ್ನ കിട്ടാൻ. ರೈಟ್, ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್. ಥ್ಯಾಂಕ್ ಯು. ನಾನು ಒಕ್ಕಡ ಹೋಗ್ಬಿಟ್ಟು ಬರ್ತೀರಾ? ಜಬ ಓಕೆ, ಹೋಗ್ಬಿಟ್ಟು ಬನ್ನಿ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Bima Jewellers, Pankaj Kasturi Ortho Herb and Kerala Bank. ഇന്നിപ്പം വളരെ സിമ്പിൾ ഡിഷസാണ് പലരും ചെയ്തിരിക്കുന്നത്. വളരെ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഡിഷ്, നമ്മളെ ക്രിസും ദിവ്യയും ചെയ്തിരിക്കുന്ന ഡിഷ് അല്ലേ, എന്തായിരുന്നു ഡിഷിൻ്റെ പേര്? ബിസി ബെലെ ഹുളിയാണ്. വല്ല മനസ്സിലായോ? ബിസി ബെലെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ചൂടുള്ള ലെൻറ്റൽ പുളിയുള്ള ഫുഡിനെയാണ് നമ്മൾ പുളിച്ചോറ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബിസ്മില്ല ബാത്ത് എന്ന് എഴുതിയിരുന്നു. ബിസിബെല ബാത്ത് ഡിഫറെന്റ് അല്ലേ? അല്ല, ബിസിബെല ബാത്ത് ഇപ്പോൾ കോമൺ ആയിട്ട് റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന വാങ്കി ബാത്ത്, ചൗ ബാത്ത് അല്ലെങ്കിൽ ബിസിബെല ബാത്ത്, ഇതെല്ലാത്തിലും റൈസ് റൈസുമായിട്ട് ബന്ധമുള്ളത് അല്ല. ബാത്ത് എന്ന് പറയുമ്പോൾ റവ വെച്ചും ഉണ്ടാക്കാം, റൈസിലും ഉണ്ടാക്കാം. ഞാൻ ചോദിച്ചു, പക്ഷെ അത് കോമൺ ആയിട്ടുള്ള നെയിമാണ്. അന്ന ഇവിടെ വരുന്നത് അന്ന എന്നുള്ള ഇത് അന്നാണ്, ബിസിബെല ഹുളിയാണ്. അന്നം റൈസ് എന്നാണ്. റൈസാണ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഏൻഷ്യൻ ഫുഡാണ് പുള്ളി ട്രൈ ചെയ്തത്. അപ്പം അതിനകത്ത് ബേസിക്കലി ആ സവർ ടേസ്റ്റ് നമുക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു നോട്ടാണത്. ഫുഡ് അടിപൊളിയാണ്, ടേസ്റ്റിയാണ്, പക്ഷേ ആ പേര് വിളിച്ചപ്പോൾ അതിൽ പുളിക്കൊരു പ്രാധാന്യം ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പം തൈരും ചോറും ഇല്ലെങ്കിൽ നമ്മൾ അച്ചാറും കൂടെ കഴിച്ച് കഴിയുമ്പോൾ വായിലൊരു സാധനം നിൽക്കില്ല, പാലറ്റിനകത്തൊരു സാധനം ഹോൾഡ് ചെയ്യും നമ്മൾ. അത് കിട്ടിയില്ല, അതൊരു പോയിൻ്റായിരുന്നു. പൊങ്കൽ വാസ് വെരി ഗുഡ്.
കാരണം ഞാൻ ഒട്ടും നിങ്ങളിൽ നിന്നും അത്രയും പ്രതീക്ഷിച്ചില്ല. വീണ്ടും ഇതിലിപ്പം 2 പേര് ആണ് ഇതിനകത്ത് വളരെ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്നത്. കാരണം പൊങ്കൽ എന്ന് പറയുന്ന ഡിഷ് അതൊരു ബേസിക്കലി ഒരു 90%ഓളം, അതായത് ആ 1% സോൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആഡ് ഓൺസിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആഡ് ഓൺസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും പൊങ്കലിന് 1 പോയിൻ്റ് ഉപ്പ് കുറഞ്ഞത് കൊണ്ട് തള്ളിപ്പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്ന് പൊങ്കൽ ഉള്ള നമ്മുടെ പൊങ്കൽ ചെയ്ത നാദിറയും വിഷ്ണുവാണ്. അതുപോലെ തന്നെ പാലക് പനീറും വളരെ ജസ്റ്റിഫൈഡ് ആയതുകൊണ്ട് അവർ 2 പേരും ഇതിനകത്ത് തുല്യമായി നിൽക്കുന്നു എന്ന് എനിക്ക് പറയാം. കാരണം ആ പാലക് പനീർ എന്നുള്ള ഡിഷ് 100% നീതി പുലർത്തിയിരുന്നു ആ പാലക് പനീർ എന്നുള്ള ഡിഷിനോട് തന്നെ. അപ്പോൾ നിങ്ങൾ 2 പേരുമാണ് അതിനകത്ത് വിന്നേഴ്സായിട്ട്. പിന്നെ ഇത് 2 പേര് മത്സരിച്ചാൽ ഇതിനകത്ത് വിജയിച്ചിരിക്കുന്നത് 2 പേരും. പിന്നെ അതുപോലെ തന്നെയാണ് ഈക്വലി നിൽക്കുന്നതാണ് മഹാരാഷ്ട്രീയനും ഈ പറയുന്ന കർണാടകനും. അപ്പോൾ 2 പേരും ഈക്വലിയാണ് നിൽക്കുന്നത്. കാരണം അതിനകത്തും ഈ പറഞ്ഞ 1% ഉള്ളു. അപ്പോൾ നിങ്ങൾ 2 പേരും ബാലൻസ്ഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതും ട്രൈ ചെയ്യുന്നതും. പക്ഷേ നിങ്ങൾ വീട്ടിലൊരു 1-2 പ്രാവശ്യം ട്രൈ ചെയ്തത് നിങ്ങൾ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാൽ ആ റെസിപ്പികൾ കൊണ്ട് നിങ്ങളെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും അത് ഫോളോ ചെയ്ത് പോകുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. നടന്ന അതർ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നത് നാദിറ, വിഷ്ണു, ബീന ആന്റണി ആൻഡ് നവീൻ. rub 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 tera rub mera rub tera rub mera rub 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 tera rub mera 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 rub പഞ്ചാബി പങ്കിട നെഞ്ചോരം കൊണ്ടുവാ തഞ്ചത്തിൽ കൊഞ്ചിടാം ഓ അജന ചലേ നചലേ छोड़ना जावी डोला छोड़ना जावी डोला छोड़ना जावी डोला टोला छोड़ना जावी डोला छोड़ना जावी डोला छोड़ना जावी डोला टोला रब 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 तेरा रब मेरा रब तेरा रब मेरा रब 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 तेरा रब मेरा 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 रब Crockery partner Minolta, easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.